ഇതൊക്കെ പണ്ട് കാലത്ത് ആൾക്കാർ താമസിച്ച സ്ഥലമാണിത്. നമ്മളിന്ന് കൊച്ചിയിലുള്ള ഒരു അടിപൊളി സ്ഥലം കാണാൻ പോവാട്ടോ. ഇന്ന് വിഷു ആയതുകൊണ്ടാണോ അറിയില്ല, വലിയൊരു തിരക്ക് നമുക്ക് കൊച്ചിയിലേക്ക് പോകുമ്പോൾ ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ഏകദേശം ഒരു 500 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് വന്ന ഒരു സമൂഹത്തിൻ്റെ അവശേഷിപ്പുകളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് പോകുന്നത്. ഈ കാണുന്ന ഈ ഒരു ബിൽഡിംഗ് ഒക്കെ പറഞ്ഞാൽ അവർ പണ്ട് താമസിച്ച വീടുകളാണ്. ഇതിൻ്റെ പുറത്ത് ഓരോരുത്തരുടെ വീട്ടു പേര്, വീട് നമ്പർ, പിന്നെ വീട്ടിലുള്ള ആളെ പേരൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്നതാണ് ക്ലോക്ക് ടവർ കേട്ടോ. ഇപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ജൂതന്മാർ പണി കഴിപ്പിച്ച പരദേശി സിനഗോഗ്. അപ്പോൾ നിങ്ങൾ കൊച്ചിയിലൊക്കെ വരികയാണെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ജ്യൂസ് ടൗണ്. അപ്പോൾ ഇവിടെയാണ് ഈ ഒരു പരദേശി പള്ളി. ഈ പള്ളിയിലുള്ള കാഴ്ച പറഞ്ഞാൽ അടിപൊളിയാണ്. കാരണം അവർ പണ്ട് പ്രാർത്ഥിക്കാൻ ഉപയോഗിച്ച സ്ഥലങ്ങൾ, പിന്നെ അവരെ ഒരു കസേര പോലെ ഒരു സ്വർണത്തിൻ്റെ ഒക്കെ കളറുള്ള കസേര, പിന്നെ ആണുങ്ങൾ വേറെ, മുകളിലാണ് പെണ്ണുങ്ങൾക്ക് മുകളിലാണ് പ്രാർത്ഥന സ്ഥലം. ഒരുപാട് ലൈറ്റ് കാര്യങ്ങൾ, എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും ഉള്ള നല്ലൊരു അടിപൊളി സ്ഥലമാണ്. ഈ പരദേശി സിനഗോഗിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ 3 ഡിപ്പാർട്ട്മെൻറ്റ് പോലെയാണ് നമുക്ക് കാണാൻ കഴിയുക. ഫസ്റ്റ് അവരുടെ ഹിസ്റ്ററിയൊക്കെ കാണിച്ചിട്ടുള്ളൊരു ഭാഗം, പിന്നെ ഈ ഒരു സിനഗോഗ്, മൂന്നാമതായിട്ട് മ്യൂസിയം തന്നെ 2 നിലയിലായിട്ടാണ് മ്യൂസിയം ഉള്ളത്. അപ്പം ഈ സിനഗോഗിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പഴയ ആർക്കിടെക്ചറാണ്. കാരണം നമ്മുടെ ഹിസ്റ്റോറിക്കൽ പരമായിട്ടൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ആളുകൾക്കാണെങ്കിൽ പെട്ടെന്നൊരു ഇഷ്ടമാവുന്നൊരു സ്ഥലമാണ് ഈ ഒരു സിനഗോഗ്. ഇത് മന്ദിരമല്ല, ഈ മ്യൂസിയം നേരത്തെ പറഞ്ഞ പോലെ 2 നിലയായിട്ടാണുള്ളത്. താഴത്തെ നിലയിൽ നമുക്ക് ഫോൺ അലൗഡ് അല്ല. മുകളിലത്തെ നിലയിൽ അന്നത്തെ കാലത്ത് അവിടുത്തെ രാജാക്കന്മാരൊക്കെ തന്നെ ഉപയോഗിച്ചിരുന്ന ഡ്രസ്സും അതുപോലെ തന്നെ അവരുടെ ലിപി, അവരുടെ ബുക്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ മെയിനായിട്ടും ഈ ഒരു മുകളിലെ നിലയിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് കേട്ടോ. പിന്നെ ഇവിടെ വിസിറ്റ് ചെയ്യേണ്ട ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ 10 to വൈകുന്നേരം 6ൻ്റെ ഉള്ളിൽ നമ്മൾ വിസിറ്റ് ചെയ്യണം. കുറച്ച് നേരത്തെ വന്നിട്ടുണ്ടെങ്കിലാണ് നമുക്ക് കൂടുതലായിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തന്നെ കണ്ട് മനസ്സിലാക്കാൻ പറ്റുക. നമ്മൾ വൈകുന്നേരം ഒരു 5:30 കഴിഞ്ഞിട്ടുണ്ട് എത്താൻ. അപ്പോൾ ഓടി നടന്നങ്ങായിട്ട് കണ്ട് വീഡിയോ എടുത്ത് എല്ലാം കൂടെ ആക്കിയതാണ്. ഇവിടെ കാണുന്നതൊക്കെ തന്നെ ഈ ജ്യൂസ് ലാംഗ്വേജ് ആണ്. ഇത് അവരെന്തോ പുകയ്ക്കുന്ന ഒരു സാധനമാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഒരു കട്ടില് പിന്നെ അവരെ കോണി, പിന്നെ ഒരു വലിയൊരു ഭരണി, എന്തിനാണെന്ന് അറിയില്ല, നമ്മൾ അങ്ങോട്ട് വരുന്നവരെ കണ്ടില്ല, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അവരൊരു ഒരു പച്ച കളറിലുള്ള ഒരു ഡ്രസ്സ് പോലെ. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങിയ സമയത്ത് സത്യത്തിൽ നമ്മൾ വേറെ എവിടെയോ പോയ പോലെയാണ് നമുക്ക് തോന്നുന്നത്. കാരണം അത്രക്കും അടിപൊളി സ്ഥലമാണ്. നമ്മുടെ കൊച്ചിയിൽ തന്നെ ഇതുപോലുള്ളൊരു സ്ഥലങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. പിന്നെ 2 സൈഡിലും നമുക്ക് സ്ട്രീറ്റിൽ നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ പറ്റിയ ഷോപ്പുകളുണ്ട്. റേറ്റ് കുറച്ച് കൂടുതലാണ്. മെയിനായിട്ട് ഫോറിനേഴ്സിനെ അവർ നോക്കിയിട്ടാണ് സാധനങ്ങളൊക്കെ തന്നെ വിൽക്കുന്നത്. ടിക്കറ്റ് പ്രൈസ് 50 രൂപയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് വന്ന് കാണുക. പിന്നെ നമ്മുടെ ചാനൽ ഫസ്റ്റ് കാണുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.